നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയോട് ബ്രസീൽ ജയിച്ചിട്ട് കാലം എത്രയായെന്നറിയാമോ? അർജൻറ്റീനയിൽ പോയിട്ട് ബ്രസീൽ ജയിച്ചിട്ട് കാലം എത്രയായെന്നും അറിയാമോ? കാരണം ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ അടുത്ത കളി അർജൻറ്റീനയിൽ വെച്ചിട്ടാണല്ലോ. ഒരു പതിറ്റാണ്ടിലധികം കാലമായിട്ട് ബ്രസീൽ അർജൻറ്റീനയിൽ പോയിട്ട് വിജയിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് കണക്ക്. നാളെയാണ് കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന പോരാട്ടം. ഇതിൻ്റെ ആദ്യപാദം 2023 നവംബറിൽ നടന്നിരുന്നു. അന്ന് മാറക്കാനിലിട്ട് ബ്രസീലിനെ അർജൻറ്റീന തോൽപ്പിച്ചിരുന്നു. മാറക്കാനിൽ അതിനു മുമ്പും കോപ്പ അമേരിക്ക ഫൈനലിലൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സമീപകാലത്ത് അർജൻറ്റീന ബ്രസീലിന് മേൽ ആധിപത്യം പുലർത്തുന്നു. മറുപടി കൊടുക്കാൻ പറ്റുമോ ബ്രസീലിന് ഇത്തവണയെങ്കിലും? നാളെ അർജൻറ്റീനയുടെ മൈതാനത്ത് ബ്യൂണസ് അയേഴ്സിൽ മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയാണ് കളി. ആ കളിയിൽ ഈ വിജയമില്ലാത്ത ഡ്രൗട്ട് തീർക്കുമോ ബ്രസീൽ എന്നതാണ് ചോദ്യം. കൃത്യമായ കണക്ക് നോക്കാം. ബ്രസീൽ 4 മത്സരങ്ങളായി അർജൻറ്റീനയ്ക്കെതിരെ ഇപ്പോൾ വിജയിക്കാതെ കളിക്കുന്നു. കഴിഞ്ഞ 4 കളികളായിട്ട് ബ്രസീലിന് അർജൻറ്റീനയ്ക്ക് മേൽ വിജയമില്ല. വില്ല സ്ട്രീക്കാണ്. മാത്രമല്ല അവരുടെ ഹോം ഗ്രൗണ്ടിൽ അർജൻറ്റീനയിൽ പോയിട്ട് ബ്രസീൽ ഒരു കളി വിജയിച്ച് വന്നിട്ട് 16 കൊല്ലങ്ങളായി. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ബ്രസീൽ അർജൻറ്റീനയിൽ പോയി വിജയിച്ചത് എന്നാണെന്നറിയാമോ? 2009 അന്ന് ദുങ്കയുടെ കീഴിൽ ബ്രസീൽ കളിക്കുമ്പോൾ 2010 വേൾഡ് കപ്പിനുള്ള ക്വാളിഫയറിലാണ് ഏറ്റവും ഒടുവിൽ ബ്രസീൽ അർജൻറ്റീനയിൽ പോയി വിജയിച്ചു വന്നത്. അതുകൊണ്ട് ഈ കളി വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്യാപ്റ്റൻ മാർക്കിന്യോസ് പറയുന്നുണ്ട്, അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ എന്ന് പറയുമ്പോൾ ഓൾവേസ് ഡിഫറൻറ്റ് ഗെയിമാണ്. അത് അതിൻ്റേതായ മെറിറ്റിലുള്ള ഒരു ബിഗ് ക്ലാസിക് പോരാട്ടമാണ്. ഒരുപാട് ഹിസ്റ്ററി അതിന് പുറകിലുണ്ട്, ഒരുപാട് ക്ലാഷസ് അതിന് പുറകിലുണ്ട്. എല്ലാ ബ്രസീൽ അർജൻറ്റീന മത്സരങ്ങളും ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഉണ്ടാവാറില്ല. വളരെ ടഫായിട്ടുള്ള ഫിയേഴ്സ് ആയിട്ടുള്ള ഗെയിം, കോണ്ടാക്ട്സ് ഉണ്ടാകുന്ന, ഡ്യുവൽസ് ഉണ്ടാകുന്ന, വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന മത്സരം. 2 ഭാഗത്തും അങ്ങനെയാണ്. ഓരോ ബോളിന് വേണ്ടിയും സർവ്വം സമർപ്പിച്ച് കൊല്ലാനും ചാവാനും റെഡിയായി ഇറങ്ങുന്ന രൂപത്തിലുള്ള താരങ്ങളാണ് ഉണ്ടാവുക. ഞാൻ വിശ്വസിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന മത്സരവും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ്. 2 ടീമുകളും 2 വ്യത്യസ്ത മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നു. അർജൻറ്റീന വേൾഡ് ചാമ്പ്യൻസാണ്. അവരുടെ ടീം കൂടുതൽ സ്റ്റേബിളാണ്. ഞങ്ങളാണെങ്കിൽ മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത്. എങ്കിലും ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലും മറ്റുമൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വരുന്നു. ഓരോ മത്സരങ്ങളിലും ഞങ്ങൾ കൂടുതൽ ബെറ്ററായിട്ട് വരുന്നുണ്ട്. ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ മൊമെൻറ്റം എന്താണെന്ന് നോക്കേണ്ട, പക്ഷേ എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ കൂടുതൽ ബെറ്ററായിട്ട് വരികയാണ്. ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന ഓരോ താരങ്ങളും വിജയിക്കണം, ടീം വിജയിക്കണം എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് കളിക്കുന്നത്. ഇത്തരം മത്സരങ്ങൾക്ക് താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള പ്രത്യേക മികവും കഴിവുമുണ്ട്. ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു. പോസിറ്റീവ് റിസൾട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി മാർക്കിന്യോസ് പറയുമ്പോൾ 16 വർഷക്കാലത്തെ വിജയമില്ലായ്മ, അവരുടെ നാട്ടിൽ പോയി വിജയിച്ചിട്ടില്ല എന്നുള്ള ചരിത്രം തിരുത്തിക്കുറിക്കുമോ ഇത്തവണ ബ്രസീലിൻ്റെ കുട്ടികൾ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.